ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ഇടം നേടിയ ഒരു പേരാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. ഇന്ത്യയുടെ ഖാൻ സാഹിബ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അചഞ്ചലമായിട്ടുള്ള ധൈര്യത്തിൻ്റെയും അജേയമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒരു പ്രതീകമാണ് അദ്ദേഹം. നമ്മളെ ആലപ്പുഴക്കാരനാണ്, മലയാളിയാണ് അദ്ദേഹം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ഈ ഇന്ത്യൻ ആർമിയിലേക്ക് ചേരുന്നത്. അതിന് മുന്നേ ലാഭകരമായിട്ടുള്ള ഒരുപാട് സിവിലിയൻ തൊഴിലവസരങ്ങൾ കിട്ടിയിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത്യൻ ആർമിയിലേക്ക് പോയി അദ്ദേഹം. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ മാധ്യമത്തിൻ്റെ ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു, കരിയർ ഗൈഡൻസ് കോൺക്ലേവ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കുമ്പോൾ ചെറുപ്പക്കാരായ ഒരുപാട് പേരോട് ഇന്ത്യൻ ആർമിയിൽ താല്പര്യം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരോട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തീവ്രവാദിയുടെ ആയുസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സദസ്സിലുള്ളവർ പറയുന്നു 5 മുതൽ 10 വർഷമായിരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നു, അല്ല 4 വർഷമാണ്. അത് ഈ പറയുന്ന പോലെ ഈ അദ്ദേഹം ഫോട്ടോഷൂട്ടൊന്നും നടത്താതെ ഒതുങ്ങി മാളത്തിൽ ഇരിക്കുകയാണെങ്കിൽ 4 വർഷം, ഇല്ലെങ്കിൽ അതിന് മുന്നേ തീരും എന്ന് പറയുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് വന്ന് കമൻ്റ് ഇടുന്നു. അതിൽ അവർ പറയുന്നത്, ഇദ്ദേഹം മാസ്ക് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഇത്ര ധൈര്യശാലിയാണെങ്കിൽ എന്തിനാ മുഖം മറച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്ക് കിടക്കാം. അതായത് ഇദ്ദേഹം മുഖം മറച്ച് നടക്കുന്നത് ധൈര്യം കുറവുള്ളത് കൊണ്ടല്ല, കൂടിയത് കൊണ്ടാണ്. പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നേരെ തീവ്രവാദികൾ വെടിയുണ്ടകൾ വർഷിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖം, കവിൾത്തടം, മൂക്ക്, താടിയൽ ഇതെല്ലാം നശിച്ചു പോയി. അന്ന് ഇത് കണ്ട ഡോക്ടർമാർ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ സ്ട്രെച്ചറിൽ ഈ മുഖം കണ്ട് ഡോക്ടർമാർ പകച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണ്, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന്. അതായത് ഒരു സൈനികൻ്റെ നിശ്ചയദാർഢ്യമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്നത്. അദ്ദേഹം പറയണം, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ആ മുഖം മറക്കേണ്ടതായിട്ടുണ്ടോ സാർ? അതല്ലേ തുറന്ന് കാണിക്കേണ്ടത്? അതല്ലേ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ഇന്ത്യക്കാരന് കാണാൻ കഴിയുന്നതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള മുഖം? അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇദ്ദേഹം അത് കുറച്ച് കോഷ്യസ് ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ നേരെ തിരിച്ചാണ് തോന്നുന്നത്. ഒരിക്കലും ഞാനത് കാണരുതേ എന്നാണ് എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ വിജയുടെയൊക്കെ ഈ മനോഹരമായ മുഖത്തെ മൂക്ക് ഇല്ലാതിരിക്കുക, കവിള് വെടിയേറ്റിട്ട് തുളച്ചു പോവുക, 2 ഭാഗത്തെ കവിളും, താടിയിൽ തകർന്നു പോവുക, അങ്ങനെ കണ്ണിന് താഴെയുള്ളൊരു മുഖം കുട്ടികളൊക്കെ കണ്ടാൽ പേടിച്ചു വിറച്ചു പോകും. അതുമാത്രമല്ല, അത് അങ്ങേയറ്റം ജുഗുപ്സ നമ്മുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കും, ഭീകരമാക്കും. അതുകൊണ്ട് മനഃപൂർവ്വമായിരിക്കും അദ്ദേഹം മറച്ചു പിടിക്കും. ഇനി നമുക്ക് വേണ്ടിയാണ് അത്. നമുക്കത് കണ്ടിട്ട് തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റിയൊരു കാഴ്ചയല്ലല്ലോ അത്. മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പഴയ ചിത്രം ഒന്ന് എടുത്തു നോക്കൂ. ഈ മനുഷ്യൻ്റെ ഋഷി രാജലക്ഷ്മി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അദ്ദേഹം ജവാനായി പട്ടാളത്തിൽ ചേരുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ ചിത്രം കൂടെ എന്തോ ഒരു സുമുഖനാണ്. അങ്ങേയറ്റം ഫെയർ ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഒരു മാസ്ക് പോലെ തോന്നുള്ളൂ, ഒരു മുഖം മറക്കുന്നു എന്ന് പറയുന്ന മാസ്ക് പോലെ തോന്നുള്ളൂ. അദ്ദേഹം അത് കാണിക്കാതെ, ഇത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ത്യാഗം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ധീരത എന്താണെന്നും അദ്ദേഹം ഈ രാജ്യത്തിന് എന്ത് കൊടുത്തുവെന്നും ഈ മരണമുഖത്ത് നിന്ന് സ്വന്തം സാധാരണഗതിയിൽ ദേഹം മുഴുവൻ തകർന്നു പോയ ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ആളുകളെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കാനും ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി രാജ്യസ്നേഹികളായ മനുഷ്യരെ പട്ടാളത്തിലേക്ക് ക്ഷണിക്കാനും ഒക്കെ വേണ്ടി ഇപ്പോഴും ഒരു അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് അറിയാത്ത ആളുകളാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഇത് ഒന്ന് ബാക്ക് ഫയൽ പോലും നോക്കാതെയാണ് കമന്റ് ചെയ്യുക. കമന്റോളികൾ എന്ന് പറയില്ലേ, അത് ഈ ഭീകരന്മാരെക്കാൾ അല്ല. അത് അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞോണ്ട്, ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് ഏത് ടോം ഡിക്ക് ആൻഡ് ഹാരിക്കും വന്ന് അഭിപ്രായം പറയാന്നുള്ള, അതായത് ഒരു ബോധമില്ലാത്തവനും വന്ന് അഭിപ്രായം പറയാം. അതിന്റെ ഒരു നെഗറ്റീവ് വശം മലയാളത്തിൽ അണ്ടനും അടകോടനും എന്ന് പറയാം. അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അതൊന്നുമില്ല. അത് അണ്ടനും അടകോടനും എന്ന് പറയുന്നത് ജാതി നോക്കിയിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് കോമ്പീറ്റന്റ് അല്ലാത്ത ആളുകൾ. ഇപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് അഹമ്മദ് മാഷ് അഭിപ്രായം പറയാൻ, ഞാൻ അഭിപ്രായം പറഞ്ഞ അണ്ടനും അടകോടനും അഭിപ്രായം പറഞ്ഞു എന്ന് പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ജാതിയും മതവും ആരെയും ആക്ഷേപിക്കാനല്ല. വിവരമില്ലാത്തവൻ, ധാരണയില്ലാത്തവൻ, ഒരു വിഷയത്തിൽ കോമ്പീറ്റന്റ് അല്ലാത്ത, അതോറിറ്റി അല്ലാത്ത ആള് ആധികാരികമായി വർത്തമാനം പറയാൻ പോകുന്നതിന്റെ പേരാണത്. അത് സോഷ്യൽ മീഡിയയുടെ പ്രശ്നം, ഇതൊരു ചായമക്കാനിയ എന്ന് വെച്ചാൽ ആർക്കും വന്നിരുന്ന് 2 ബെഡായി അടിച്ച് പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഗൗരവമായിട്ട് വരുന്നതിനേക്കാൾ ഒരുപക്ഷെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഋഷി രാജലക്ഷ്മിയെ കുറിച്ചൊക്കെയുള്ള കുറിപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആദരവ് അല്ലേ, ഒരു ഹാറ്റ്സ് ഓഫ് എങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണ്ടേ, ഒരു നന്ദി, ഒരു കടപ്പാട്.
ആദരം അല്ലെങ്കിൽ ഒരു സല്യൂട്ടെങ്കിലും പറയുകയാണ് വേണ്ടത്. അതിന് ഇദ്ദേഹം ആരാന്ന് അറിയണ്ടേ? ഇദ്ദേഹം മുഖംമൂടി വെച്ചുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ എന്താ മുഖംമൂടി അഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവനെ എന്താ പിന്നെ ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹം പറയുന്നതൊക്കെ ഒരു ബഡായി ആണെന്ന് തോന്നുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെ പറയുന്നത്. അത് ആളറിയാത്തതുകൊണ്ടാണ്. മനുഷ്യനെ ആരാണെന്ന് അറിയാതെ നമുക്കൊരാളെ അറിഞ്ഞാലല്ലേ അയാളെ ആദരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ സോഷ്യൽ മീഡിയയിലെ കമൻസ്, ഞാൻ ചെയ്യുന്നൊരു വലിയ പണി എന്താണെന്നറിയോ, വലിയ ഉപകാരം അറിയാലോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നും ഇടപെടുന്ന ആളാണ്, നമ്മളൊക്കെ ഇടപെടുന്നവരാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നൊരു പണി, ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും കമന്റ് ചെയ്യാൻ നോക്കാറില്ല. സമാധാനം അല്ല, ഒന്നത് കേൾക്കേണ്ട കാര്യമില്ല. ഒന്നാമത് നമ്മൾ പറയേണ്ടത് നല്ല ബോധ്യത്തോടെയാണ് പറഞ്ഞതെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കമന്റോളികൾ അവരുടെ പണി തുടങ്ങിക്കോട്ടെ, അത് നമ്മുടെ പണിയല്ല, ഞാൻ നോക്കാറില്ല. പിന്നെ വ്യക്തിപരമായി എന്നെ അറിയുന്ന ഒരു ഗൗരവമായിട്ട് എനിക്ക് എന്തെങ്കിലും എന്നെ കറക്റ്റ് ചെയ്യാനോ എന്തെങ്കിലും എന്നോട് പിന്നെ എനിക്ക് അബദ്ധം പറ്റിയതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാനോ ഒക്കെ ഉള്ളവർ നേരിട്ട് വിളിച്ചോളും. അവരെവിടുന്നെങ്കിലും എത്ര പേര്, അപൂർവം പേര്, ഇനിയിപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ പോലും നല്ലത് പറയാനും ആളുകൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് നമ്മുടെ ഓഫീസിലുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് നമ്പർ സംഘടിപ്പിച്ച് അവർ വിളിച്ചോളൂ. അല്ലാതെ ഈ കമന്റിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്യേണ്ട. അത് മാത്രമല്ല സാർ, ഇപ്പം നമുക്ക് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഇപ്പൊ യൂട്യൂബിലും ഇതിലുണ്ട്. അതായത് അതിന് ശേഷിയുള്ള, അതായത് ഈ കമന്റ് ഇടുന്നവർ, അതായത് പറയും പ്രതിഷേധിക്കാൻ അറിയാത്തവന്റെ പ്രതിഷേധമാണ് തെറിവിളി എന്ന് പറയും. കാരണം അത് മാത്രമല്ല, തെറിവിളിയെ കുറിച്ച് മലയാളത്തിൽ ഒരേ ഒരു തിസീസ് വന്നിട്ടുണ്ട്. അത് വിജയ്ക്ക് അറിയില്ലെങ്കിൽ അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്താണ് തെറി, എങ്ങനെയാണ് തെറി ഉണ്ടായത്, തെറിയുടെ ചരിത്രവും സംസ്കാരവും അതിനെക്കുറിച്ച് മലയാളത്തിൽ ഒരാൾ മാത്രമേ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളൂ. ഡോക്ടറേറ്റ് എടുത്ത ആൾ ചില്ലറക്കാരനല്ല, CJ തോമസ് ആണ്. ഓർമ്മയില്ലേ, പഴയ CJ തോമസ്. CJ തോമസിന്റെ ഡോക്ടറേറ്റ് ഇതിലാണ്, തെറിയുടെ. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടെത്തിയ, വളരെ വസ്തുതാപരമായി കണ്ടെത്തി സ്ഥാപിച്ചൊരു കാര്യം, ദുർബലന്റെ ആയുധമാണ് തെറി. അതിനകത്ത് ഒരുപാട് ഉദാഹരണം. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടുണ്ടാകുന്നത് ഈ ബുദ്ധവിഹാരത്തെ ഈ ആര്യന്മാർ വന്ന് കീഴടക്കുമ്പോഴാണ്. വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. ഏറ്റവും ദുർബലൻ, ഒടുവിലത്തെ ആയുധമാണ് തെറി എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ആളുകളുടെ ഒരു വിചാരം എന്താ വെച്ചാൽ, ഈ മുണ്ട് മടക്കി കുത്തി തെറി പറഞ്ഞാൽ ഇവൻ വലിയ വമ്പനാണ്. അല്ല, അവൻ അശക്തനാണെന്ന് തെളിയിക്കുകയാണ്. മാന്യമായി സംസാരിച്ചു നോക്കൂ. എത്ര നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾ ആശയപരമായി ശക്തനാണെങ്കിൽ, നിങ്ങൾക്ക് എതിരാളിയോട് പറയാൻ മറുപടി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനെ തെറി പറയാൻ പോണ്? ആദരണീയനായ വിജയ്, നീ പറഞ്ഞത് ശരിയല്ല, ഞാൻ ശക്തിയുക്ത എതിർക്കുന്നു എന്ന് പറയണ്ടേ? അതെ, ഇപ്പൊ ഋഷി സാർ പറഞ്ഞ ഈ കാര്യത്തിനോട് എതിർപ്പുണ്ടെങ്കിൽ അതിനെ എന്താണ് യുക്തിസഹമായിട്ട് അതിനെ എതിർക്കാം. ഇന്നല്ലേ വേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഋഷിയെ പോലെ ഒരാൾ ദ മോസ്റ്റ് എന്താണ് പറയുക, ബ്രേവ് അല്ലേ, ഫിയർലെസ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയണത്. അങ്ങനെ ഒരാൾ മാത്രമല്ല, അദ്ദേഹം ചെയ്ത ത്യാഗം എന്താണ്. ത്യാഗത്തിൽ അദ്ദേഹം മണ്ണടിഞ്ഞു പോകുമായിരുന്നൊരു സമയത്ത് നിന്ന് തിരിച്ചു വന്നില്ല. അതിൻ്റെ കോൺഫിഡൻസ് എത്രയാണ്. ഇങ്ങനെ ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ. വിമാനാപകടത്തിൽ നഷ്ടപ്പെട്ടു, തീർന്നു എന്ന് വിചാരിച്ച ഒരാൾ ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുത്തുകാരനും ജേർണലിസ്റ്റ്, കൻസാസ് സിറ്റി സ്റ്റാർ എന്ന് പറയുന്ന പത്രത്തിന്. ജേർണലിസ്റ്റുകൾക്ക് ഒരു വലിയ മാതൃകയാണ്. ഒന്നാമത്തെ കാര്യം, അത് വേറൊരു വിഷയമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്പാനിഷ് സിവിൽ വാർ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. കൻസാസ് സിറ്റി സ്റ്റാർ എന്ന് പറഞ്ഞ പത്രത്തിന്റെ എഡിറ്റർ, താൻ പോയി യുദ്ധം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചത് എന്താ അറിയോ, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, എനിക്ക് അവിടെ AC വേണമെന്നല്ല. ആവശ്യം എന്താണെന്നറിയോ, ആ യുദ്ധത്തിൽ സോൾജിയറായിട്ട് പങ്കെടുക്കാനുള്ള ഒരു കാർഡ് അടിച്ചു തരാൻ. യുദ്ധത്തിൽ പോയി പങ്കെടുത്തിട്ട് യുദ്ധം റിപ്പോർട്ട് ചെയ്തു. അതാണല്ലോ അനുഭവിച്ചുകൊണ്ട് എഴുതുക എന്ന് പറയുന്നത്. അങ്ങനെ പോരുമ്പോൾ ആണ് ഇദ്ദേഹം ഒരു വിമാനം തകർന്ന് കാട്ടിൻ്റെ നടുവിൽ മരിച്ചു വീണു. ഡോക്ടർമാർ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലൊരു തമ്പ് അദ്ദേഹം ഉയർത്തുന്നുണ്ട്. നോ, ഐ വാണ്ട് 5 years more എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു 5 കൊല്ലത്തെ പണി കൂടി തീർക്കാനുണ്ട്, അത് തീർത്തിട്ടേ ഞാൻ പോകും. 5 കൊല്ലം പറഞ്ഞതുപോലെ വിൽ പവറോടെ തിരിച്ചു വന്നു. 5 കൊല്ലം അദ്ദേഹത്തിൻ്റെ ബാക്കി ടാർഗറ്റ് പൂർത്തിയാക്കി. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു. സ്വയം മരിച്ചു. അത് മതി. അങ്ങനെയൊക്കെ സ്വന്തം ജീവിതവും സ്വന്തം മരണവും സ്വയം തീരുമാനിക്കാൻ കഴിയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധീരൻ. അപ്പോൾ ഈ ഋഷിയുടെ ചരിത്രത്തിൽ ഞാൻ സമാനമായി കാണുന്ന ഒന്ന് ഹെമിംഗ്വേയുടെ ചരിത്രമാണ്. ഋഷി ഏതായാലും ജീവിച്ചിരിക്കുന്നു, അദ്ദേഹം ആളുകളെ പ്രചോദിപ്പിക്കുന്നു. പിന്നെ മാധ്യമത്തിൻ്റെ കോൺക്ലേവിൽ വന്നിരിക്കുന്നവനും അല്ലെങ്കിൽ ആ കോൺക്ലേവ് ഫോളോ ചെയ്യുന്നവനും ഇതൊക്കെ പറയും. കാരണം എന്താണെന്നറിയോ, രാജ്യം അവരുടേതല്ല, രാജ്യത്തോട് ഒരു തരത്തിലുള്ള കൂറും അവർ കാണിച്ചതല്ല. രാജ്യത്തിൻ്റെ പൗരത്വമോ രാജ്യത്തിൻ്റെ ജനാധിപത്യമോ അംഗീകരിക്കാത്തൊരു കൂട്ടരാണ് മാധ്യമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരുടെ അനുയായികൾ ഇങ്ങനെ വന്നിട്ട് വായി തോന്നിയ തെറിയൊക്കെ ഋഷിയെ എന്നല്ല ആരെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു സാധനമാണ് ജന്മഭൂമി എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് ഈ ഋഷി രാജലക്ഷ്മിയോട് അവർക്ക് വേണ്ടി
ഈ സകല കമന്റോളികൾക്കും വേണ്ടി മാപ്പ് പറയാം. വേറെ ഒന്നും നമുക്ക് ഈ സമയത്ത് ചെയ്യാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.